ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു ബിസ്ക്കറ്റ് ഉണ്ടാക്കിയാൽ അതായത് ഷുഗർലെസ് ബിസ്ക്കറ്റാണ് ഞാനിപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. നല്ല എളുപ്പത്തിൽ ഒരു ചേരുവ മാത്രം മതി ഇത് റെഡിയാക്കാനായിട്ട്. അപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് ചായയുടെ കൂടെ കഴിക്കാനും വീട്ടിലുള്ള മുതിർന്നവർക്കൊക്കെ കഴിക്കാനായി പറ്റിയ നല്ലൊരു ബിസ്ക്കറ്റാണ്. അപ്പോൾ എന്താണെന്ന് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കണം, ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ആയതിനു ശേഷം മെയിനായിട്ട് വേണ്ടത് നമുക്ക് ഈ ഗോതമ്പ് പൊടി തന്നെയാണ്, വേറെ ഒന്നും വേണ്ട. പിന്നെ അതിൻ്റെ ഒപ്പം ഉപ്പും കുറച്ച് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടിപ്പോവരുത്, ഇത്രയും മതി, ഒരു നുള്ളു കേട്ടോ. ഇനി അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ വേണം. അത് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ, അത്രയും മതി. 3/4 ടീസ്പൂൺ വേണമെന്നില്ല, 1 ടീസ്പൂൺ മതി, കൂടി പോവരുത് കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അജ്വൈനില്ലേ, അത് ഒരു നുള്ള് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ഇടണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ്. ഇത് നല്ലൊരു ഫ്ലേവറാണ് ഇത് ഉണ്ടാക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് ഈ അജ്വൈൻ ചേർത്തത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ജീരകം, നല്ല ജീരകം ചേർത്ത് കൊടുത്താലും മതി. ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മധുര ബിസ്ക്കറ്റല്ല, അപ്പോൾ ഇത് ഉപ്പാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഈ ബിസ്ക്കറ്റിന് ഉണ്ടാവുക. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇത്രയും മതി. ഉപ്പ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഉപ്പ് കൂടിപ്പോവരുത്, എന്നാൽ കുറയാനും പാടില്ല. ഇതേപോലെ പിടിക്കുമ്പോൾ നമുക്കിങ്ങനെ ഒന്ന് കിട്ടണം. അപ്പോൾ നെയ്യ് എല്ലായിടത്തും കൈവച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്നത് പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റിലല്ല, നല്ല ഹാർഡും അല്ലാത്ത രീതിയിൽ വേണം ഒന്ന് കുഴച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലിട്ടിട്ട് ഒന്ന് കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്താൽ മതി, റോളറിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേപോലെ ഒന്ന് കൈ വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇനി നമുക്കിതിനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ 4ആയിട്ട് വകാക്കാം. അതിനുശേഷം നമുക്ക് ഓരോന്നിൻ്റെ മുകളിലോട്ടായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം, ഇതിൽ കാണുന്നത് പോലെ. എന്നിട്ട് വീണ്ടും ഈ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. ഈ സ്റ്റെപ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും ഇങ്ങനെ ചെയ്തിരിക്കണം, അപ്പോഴായിരിക്കും അതിൻ്റെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്ന് പ്ലസ്സായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു 3 പ്രാവശ്യം ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് അകത്തൊക്കെ നല്ല ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റോളർ എടുത്താൽ മതി. റോളർ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പൈപ്പ് ഉണ്ടാവുമല്ലോ, അതെടുത്താൽ മതി. വീണ്ടും ഒന്നും കൂടി ചെയ്തെടുക്കാം. ആർക്ക് വേണമെങ്കിലും കഴിക്കാം, കാരണം ഇതിൽ ഷുഗറൊന്നും ഇല്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റും കൂടിയാണ്. ഇപ്പോൾ കണ്ടല്ലോ, ഞാൻ ഒന്നാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ ചെയ്തെടുത്തു. ഇനി നമുക്കിതിനൊന്ന് കട്ട് ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ കുഞ്ഞ് കട്ടർ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് അമർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു ഷേപ്പ് കിട്ടും. അതിനായിട്ടാണ് ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത്. എന്താ, അപ്പോൾ ഇങ്ങനെ ഇത്രയും വണ്ണത്തിൽ വേണം. അപ്പോൾ ഞാൻ കണ്ടല്ലോ, ഈ മടിക്കിയതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഇങ്ങനെ ലെയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ബാക്കിയുള്ളതും ഇങ്ങനെ ഒന്ന് നമുക്ക് പരത്തിയിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെ എനിക്ക് 4 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു തുള്ളി പാലെടുക്കുക, ഇത്രയും മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ
എല്ലായിടത്തും ആക്കിയതിന് ശേഷം നമുക്കിതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ ചെയ്യാം. അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കുക്കർ ഉണ്ടാവുമല്ലോ, കുക്കർ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കാം. എന്നിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിൽ അങ്ങനെ വെക്കണം ഞാൻ കാണിച്ചു തരാം. അല്പം മാത്രം ഓയിൽ ഇങ്ങനെ ഒന്ന് ഇറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം ഒരല്പം മൈദാപ്പൊടി ഉണ്ടാവില്ല, അതൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഒന്ന് തട്ടി കൊടുത്താലും മതി കേട്ടോ. വളരെ കുറച്ചാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബിസ്ക്കറ്റ് ഇതിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പറഞ്ഞല്ലോ കുക്കർ 2 മിനിറ്റ് മുന്നേ ചൂടാക്കുക. അതിലോട്ട് ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വിസിൽ ഇടേണ്ട ആവശ്യമില്ല, വെയിറ്റ് ഇടാതെ നമുക്കൊരു 5 തൊട്ട് 6-7 മിനിറ്റ് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുത്താൽ നല്ല ബിസ്ക്കറ്റ് റെഡിയായി കിട്ടും. പിന്നെ എയർ ഫ്രയർ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് കുറച്ചും കൂടി ആറിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നല്ല ചൂടുണ്ട്, അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് സോഫ്റ്റ് ഉണ്ട്. ചൂടാറുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.